കലാരംഗത്ത് എന്താണ് ടീച്ചർ ശരി ടീച്ചർ ഇപ്പോ നാടക രംഗത്ത് അതായത് പല മേഖലകളിലും ഉണ്ടായിരുന്നു അല്ലെ മോണാക്ട് കഥാപ്രസംഗം അല്ലെ പിന്നെന്താ മിമിക്രി അല്ലെ പിന്നെ നാടകം പിന്നെ ഇപ്പോ സിനിമയിലും എത്തി അപ്പൊ ഉയർന്നു ഇങ്ങനെ പോവാണ് അല്ലെ ഇനിയിപ്പോ ഒരു എന്താ പറയാ ഈ സിനിമാ രംഗത്ത് തന്നെ കൂടുതൽ എന്താ പറയാ നല്ല നല്ല ചാൻസുകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ എങ്ങനെയാ അത് സെലക്റ്റീവ് ആണ് ഞാൻ എല്ലാം കൂടെ നമ്മുടെ സ്കൂളിൽ നിന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് പറന്നു പോയിട്ട് ചെയ്യണമെന്നില്ല സെലക്റ്റീവായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകൾ ഡയറക്ടേഴ്സ് നല്ല കഥാപാത്രം ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ വെറുതെ തട്ടിക്കളയണ്ടല്ലോ നമ്മളെ ഒരുപാട് ആളുകളും ഇപ്പൊ അത് അപ്രതീക്ഷിച്ചിരിക്കുന്നു ടീച്ചറെ ഇനി നല്ല കഥാപാത്രങ്ങൾ ടീച്ചർ ചെയ്യണം എന്റെ നാടും അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ എന്നാ നാടകം വിട്ടു പോകരുതെന്നും അവർ ആഗ്രഹിക്കുന്നു എത്ര നാടകത്തിൽ അത് എണ്ണാൻ പറ്റില്ല ഒരുപാട് നാടകം ചെയ്തു പുരസ്കാരങ്ങളും തേടി വന്നിട്ടുണ്ട് നാടകത്തിലൊന്നും എനിക്ക് പുരസ്കാരം പിന്നെ ഞാനൊന്നും പുരസ്കാരം ഒന്നും ഇല്ല ഞാൻ എന്നോട് അധ്യാപക അവാർഡിന് വേണ്ടി കുറെ അപേക്ഷിക്കാനായിട്ടൊക്കെ പറഞ്ഞു ആളുകള് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കത് താല്പര്യമില്ല എന്തായാലും അങ്ങനെ എന്തോ എനിക്ക് താല്പര്യമില്ല ഞാൻ അപ്പോഴും അനിത കൊടുക്ക് എന്നാണ് പറയുന്നത് ഞാനൊരു കലാരംഗത്ത് ഞാൻ അധ്യാപനം ഉണ്ടെങ്കിൽ പോലും എനിക്ക് കുറച്ചും കൂടി അനിത ടീച്ചറാണ് അധ്യാപിക എന്നുള്ള നിലയ്ക്ക് വേറൊരു രീതിയിലൊരു ഹാർഡ് വർക്ക് അനിതയുടെ ഭാഗത്തുണ്ട് അപ്പൊ ഞാൻ പറയാം സ്ക്രിപ്റ്റ് ഒക്കെ ഇംഗ്ലീഷിലുള്ള അതിന്റെയൊക്കെ സ്ക്രിപ്റ്റ് അനിത ടീച്ചറാണ് തയ്യാറാക്കുക അപ്പൊ എന്നെ അത് അഭിനയം ഞാനാണല്ലോ അപ്പൊ അത് പഠിപ്പിച്ചു കൊടുക്കാൻ അനിത ടീച്ചർ ആ സ്ക്രിപ്റ്റിലൂടെ എന്റെ കഴിവിനെ അങ്ങോട്ട് സന്നിവേശിപ്പിക്കും അപ്പൊ ഞാനത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുമ്പോ അങ്ങനെ തിയേറ്ററിന്റെ രൂപമാക്കുന്നത് ഞാനാണ് അപ്പൊ ആ രീതിയിൽ ഞങ്ങളെ വല്ലാത്തൊരു കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്തിട്ടാണ് പോകുന്നത് അപ്പൊ രണ്ടും കൂടി ചേർന്നിട്ട് അപ്പൊ എനിക്ക് അത് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അർഹിച്ചു തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കുറച്ചൊക്കെ അടുത്താണ് അപ്പൊ 3 കൊല്ലം സിനിമയിൽ അല്ലാതെ വ്യാപരിക്കണമെന്നില്ല സെലക്റ്റീവായിട്ട് ചെയ്യണം നിലവിലുള്ള ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ ഞാനിപ്പോ കുറെ പേര് എന്നോട് ചോദിച്ചു വർക്കിംഗ് ഡേയ്സിലൊക്കെ ഓരോ പരിപാടികൾക്ക് വേണ്ടിയിട്ട് അപ്പൊ ഞാൻ വർക്കിംഗ് ഡേ ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് എന്റെ കുട്ടികളുടെ കൂടെ 3 കൊല്ലേ ഉള്ളൂ അത് ഇനി അത് കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പോലും നമ്മൾക്ക് ആ ഒരു രംഗത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല പക്ഷെ ഞാൻ അനിത ടീച്ചർ വേറെ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് മറ്റുള്ള സ്കൂളുകളിൽ പോയിട്ട് വർക്ക്ഷോപ്പുകൾ നടത്തുക ഈ അനിത ടീച്ചർ കുറച്ച് കൂടുതൽ തമാശയൊക്കെ പറയുന്ന ഹ്യൂമർ സെൻസ് ഉള്ള ഈ അധ്യാപന രംഗത്ത് ഭയങ്കര ഗുണം ചെയ്യും അനിതയുടെ ഒരുപാട് കഴിവുകൾ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കി കാണാറുണ്ട് എല്ലാ കാര്യങ്ങളിലും അതൊക്കെ ടീച്ചിങ്ങിലും ഭയങ്കര ഗുണം ചെയ്യും നല്ല ക്ലാസ്സാണ് അതെ അധ്യാപന രംഗത്തും അതുപോലെ തന്നെ അഭിനയ രംഗത്തും ഒരുപോലെ തന്നെ ഏറ്റവും ഉയരങ്ങളിലേക്ക് പോകാൻ സർവേശ്വരൻ ഈശ്വരഭക്തയാണോ ഞാന് എന്റെ അച്ഛൻ അമ്മ ഗുരുക്കന്മാര് സുഹൃത്തുക്കള് ഇതിലൊക്കെ ദൈവത്തിനെ കാണണം അല്ലാണ്ട് ഞാൻ അതിനൊരു പ്രത്യേക ഒരു രൂപം കൊടുത്തിട്ട് ആരാധിക്കാറില്ല ഇവരുടെ മനസ്സിലെ നന്മകള് അതാണ് ഞാൻ അതിനെയാണ് ഞാൻ ദൈവമായിട്ട് കണക്കാക്കുന്നത് എന്ന് പറഞ്ഞാൽ മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ മാതാപിതാ ഗുരു സുഹൃത്ത് ദൈവം എന്നാണ് ഞാൻ മാറ്റി ഇവരൊക്കെ ഇല്ലെങ്കിൽ ഞാനില്ല അപ്പൊ അധ്യാപന രംഗത്തും അതുപോലെ തന്നെ എന്താ പറയാ അഭിനയ രംഗത്തും അധ്യാപക രംഗത്തും അഭിനയ രംഗത്തും ഒരുപോലെ തന്നെ തുടർന്നും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. നമസ്കാരം. ബീന ടീച്ചറുടെ അമ്മ അച്ഛൻ അല്ലേ? എന്താ പേരെന്താ? ശാന്തകുമാരി അല്ലേ? ടീച്ചറെ ആയിരുന്നു അല്ലേ? ഏത് സ്കൂളിലായിരുന്നു? ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു അല്ലേ? അച്ഛൻ ഏത് സ്കൂളായിരുന്നു? ഞാൻ ആദ്യം വണ്ണാമടയാണ് ആദ്യത്തെ പോസ്റ്റിംഗ്. ഈ ഗവൺമെന്റ് സ്കൂളുകാരനെ പല സ്കൂളുകളും കിട്ടിയ അവസാനം നമ്മളെ പഞ്ചായത്ത് പരിധൂര് സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആയില്ലേ? ഒന്നുമില്ല, വലിയ സന്തോഷമാണ്. കാരണം ഇത് നാടക പ്രവർത്തകർക്കും നാടക മേഖലയ്ക്കും കിട്ടിയതാണ്. കാരണം ഇപ്പോഴും ഈ സിനിമയും നാടകവും തമ്മിലൊരു ഇതിങ്ങനെ നിലനിൽക്കുമ്പോൾ ഒരു നാടകം ചെയ്യുന്ന ഒരാള് ലൈവായിട്ട് ആ അവാർഡ് ദിവസം കൂടി നാടകം കളിക്കാൻ ഞങ്ങൾ ഒന്നിച്ച് പോകാൻ പറ്റി എന്നുള്ള വലിയ അത് എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് ഫീൽ ചെയ്തു വന്നു. ശരിക്കും ആ 19 വർഷമായിട്ട് നമ്മൾ അറിയണതാണ്. ഓരോ എന്താ പറയുക, ഓരോ പൾസും ഓരോ ശ്വാസവും ഞങ്ങൾ പരസ്പരം അറിയും എന്നുള്ളൊരു സന്തോഷമുണ്ട്. അതുകൊണ്ട് എന്താ പറയാ, എനിക്ക് ബീന ഇതിനു മുമ്പേ അവാർഡുകൾ കിട്ടിയ ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കിട്ടിയ ആദ്യത്തെ ഒരു അവാർഡ് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നിരവധി അവാർഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കൊടുക്കുന്ന ഒരു പ്രത്യേക സമയത്ത് കൊടുക്കുന്ന സാധനം മാത്രമല്ല. അഭിനയത്തിന് ഒരാള് പറയുന്ന വാക്ക്, ഒരു നാടകം മികച്ചതാണെന്ന് പറയുമ്പോൾ, ഒരു മിമിക്രി നല്ലതാണെന്ന് പറയുമ്പോൾ, ഒരു മികച്ച അധ്യാപിക നൽകി കുട്ടികൾ ഇവിടെ പൊതിയണത് അത് വലിയൊരു അവാർഡാണ്. ഒരു പക്ഷെ ഇതിനേക്കാൾ വലിയ അവാർഡാണത്. എന്നെ സംബന്ധിച്ചുള്ള അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ
അവളെപ്പോഴും ഇങ്ങനെ പുരസ്കാരങ്ങൾ എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ അതൊന്നും കൂടി ഇപ്പൊ എന്താ പുറമേക്ക് അറിയുന്നത് ഇതാണ്, പലപ്പോഴും ഈ സിനിമയുടെ ഒരു ഇതുകൊണ്ടാണത്. പക്ഷെ ഒരുപാട് പുരസ്കാരങ്ങൾ ഒരുപാട് സമയത്ത് കിട്ടിയ ഒരാളായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. വലിയ സ്നേഹം. അവാർഡിന്റെ അന്ന് തന്നെ നാരായണേട്ടും ശ്രീജന്റെ അടുത്ത് വന്നു, ആ സന്തോഷം പങ്കിട്ടത് അത് ഭയങ്കര സന്തോഷമായി. നാടൻ കളിച്ചും കൊണ്ട് അവരും എന്റെ കൂടെ ഉണ്ടായി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം. എല്ലാവർക്കും സന്തോഷം.